ഹലോ ഫ്രണ്ട്സ്, ന്യൂ ഇയറിൽ ന്യൂ ഐഡിയയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ ഒരു ഗാർഡൻ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ₹1 പോലും ചിലവില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു സാധനം മാത്രം മതി. അതുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. ഒരുപാട് പണമൊക്കെ മുടക്കിയിട്ട് ഗാർഡൻ ഒന്നും ഇനി സെറ്റാക്കണ്ട. ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് വെക്കാം. അതായിരിക്കും മനസ്സിന് ഏറ്റവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ തോന്നുന്നത്. ഇത് നമുക്ക് വളർന്നിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എപ്പോഴും ഒരു എനർജി ആയിരിക്കും. നമ്മളാണല്ലോ ഇത് ചെയ്തത്, ₹1 പോലും ചിലവാക്കാതെയാണല്ലോ ചെയ്തത് എന്നോർക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം വരുന്നത്. എന്തുകൊണ്ടിങ്ങനെ ഒരു ചെടി കൊണ്ട് ഒരു ആനയെ ചെയ്തുകൂടാ എന്നൊരു തോന്നൽ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിനായിട്ടിപ്പോൾ ഞാൻ നമ്മുടെ ഗാർഡനിൽ തന്നെ ഒരു പ്ലേസ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടുത്തെ മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് ഇടഞ്ഞ മണ്ണ് പറമ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. ആനയുടെ ഒരു രൂപം ഇതേപോലെ ഉണ്ടാക്കണം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ ചെയ്തത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആനയെ ഫൈനലി ചെയ്തെടുത്തത്. ഇതിനേക്കാൾ നന്നായിട്ട് ആനയുടെ രൂപമൊക്കെ ഇതേപോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലതായിരിക്കും, നന്നായിട്ട് വരും അത്. ഇതിപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. ഇനി പ്ലാന്റ്സ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഗ്രീൻ ആൾട്ടർനേന്ദ്ര പ്ലാന്റ് ആണ്. നമ്മളിപ്പോൾ ആനയുടെ ആ വയറിൻ്റെ ഭാഗം വരുന്നില്ലേ, അവിടെ ആയിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഫുള്ളായിട്ട് ഹോൾസ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ഈ പ്ലാന്റ്സ് ഇങ്ങനെ നട്ടു കൊടുക്കാം. പ്ലാന്റിൻ്റെ തണ്ടാണ് നമ്മൾ നടുന്നത്. ഇതിപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് തന്നെ വേര് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്, ഗ്രീൻ ആൾട്ടർനേന്ദ്ര പ്ലാന്റ്. ഈ പ്ലാന്റ് പല രീതിയിൽ എങ്ങനെയാണ് നട്ട് വളർത്തുന്നതെന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ട്, ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്, നല്ല പച്ചപ്പുള്ളൊരു പ്ലാന്റാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പ്ലാന്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആന ഉണ്ടാക്കാനായിട്ട് റൂബി ഗ്രാസ് പ്ലാന്റ് തിരഞ്ഞെടുക്കാം. ഇതേപോലെ തണ്ട് നടാൻ പറ്റുന്ന ഏതെങ്കിലും നല്ലൊരു പ്ലാന്റ് തിരഞ്ഞെടുക്കാം. എങ്കിലും ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ ഉള്ളൊരു ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. ഇതിൽ ഫുള്ളായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫൈനലി നന്നായിട്ട് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ പ്ലാന്റ് ഒന്ന് നട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 15 ദിവസം ആയപ്പോഴുള്ളൊരു വളർച്ചയാണ് നിങ്ങൾ കാണുന്നത്. വെറും 3 ദിവസം കൊണ്ട് തന്നെ വേരൊക്കെ വന്ന് തുടങ്ങുന്നൊരു പ്ലാന്റാണിത്. ഇതും നമ്മൾ ഈ പ്ലാന്റ് കൊണ്ട് ചെയ്തതാണ്. ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു കിഴിക്കുള്ളിലാണ് ഈ പ്ലാന്റ് നട്ടേക്കുന്നത്. എന്നിട്ട് പെയിൻറ് ടിന്നിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഈ കിഴി നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റാം, എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയൊക്കെ വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പെയിൻറ് ടിന്നിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ചിത്രമൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ ചിത്രമൊക്കെ വരച്ച് കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്യാം. ഈ കിഴി എങ്ങനെയാണ് കെട്ടുന്നതെന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.